ഹൈന്ദവ ഈശ്വരാരാധനകളിൽ സഗുണോപാസന, നിർഗുണോപാസന, സഗുണബ്രഹ്മം, നിർഗുണബ്രഹ്മം, ഈ വാക്കുകൾ നമ്മുടെ ആത്മീയതയുടെ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഗുണോപാസന ചൈതന്യവത്തായി വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസത്തെ ആരാധിക്കുന്നതാണ് സഗുണോപാസന. ശാന്തമായിട്ട് നിർവികാരമായിട്ടിരിക്കുന്ന ഒന്നിനെ ആരാധിക്കുന്നത് നിർഗുണോപാസന. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. സഗുണോപാസനയും സഗുണബ്രഹ്മവും നിർഗുണോപാസനയും നിർഗുണബ്രഹ്മവും ഓപ്പോസിറ്റ് അല്ല. ലോവർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പർ എങ്കിലും ലോവർ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് അല്ല അപ്പർ പ്രൈമറി. ലോവർ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് അല്ല അപ്പർ പ്രൈമറി. ലോവർ പ്രൈമറിയുടെ കോംപ്ലിമെൻ്ററിയാണ് അപ്പർ പ്രൈമറി. അതുപോലെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ കയ്യിലുള്ള ഒരു ലഡ്ഡു അതൊരു പ്ലേറ്റിൽ വെച്ചാൽ ശാന്തമായിട്ട് നിർഗുണമായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ ആ ലഡ്ഡു ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ നോക്കിയാൽ ഓരോ ആറ്റത്തിലെയും ഇലക്ട്രോണുകൾ 2182 കിലോമീറ്റർ സ്പീഡിൽ പെർ സെക്കൻഡ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ന്യൂക്ലിയസ് 3.2 മില്യൺ പെർ സെക്കൻഡ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അസാധാരണമായിട്ട് ആക്റ്റീവായിട്ടുള്ള ആറ്റങ്ങൾ അത് മോളിക്യൂളുകളും മാറ്ററുമാകുമ്പോൾ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിർഗുണാവസ്ഥയാണ് ലഡ്ഡുവായിട്ടിരിക്കുന്നത്. സഗുണാവസ്ഥയാണ് അകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെ ആറ്റത്തിൻ്റേത്. ഭൂമിയിൽ നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭൂമി നിർഗുണാവസ്ഥയിലിരിക്കുന്നു, അനങ്ങാതെയാണ് ഇരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമി 2146 കിലോമീറ്റർ വേഗതയിൽ 1640 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1640 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഭൂമി കറങ്ങുന്നു. 35,500 കിലോമീറ്റർ വേഗതയിൽ പെർ അവർ സൂര്യന് ചുറ്റും കറങ്ങുന്നു. ഇത്രയും വയലൻ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി സൈലൻ്റായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതിൻ്റെ സൈലൻ്റ് അവസ്ഥ നിർഗുണാവസ്ഥ എന്ന് നമുക്ക് പറയാം. വയലൻ്റ് അവസ്ഥ സഗുണാവസ്ഥ എന്ന് പറയാം. ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടി എത്ര സൈലൻ്റായിട്ട് നിർഗുണബ്രഹ്മം പോലെ കിടക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ ഹാർട്ടും ലിവറും ഇൻറ്റസ്റ്റൈനും ബ്ലഡ് സർക്കുലേഷനും ബ്രെയിനും ഒക്കെ നിരന്തരം പ്രവർത്തിക്കുന്നത് സഗുണാവസ്ഥയാണ്. ഇപ്പോൾ ഉറങ്ങുന്ന കുട്ടിയിൽ സഗുണാവസ്ഥയുണ്ട്, നിർഗുണാവസ്ഥയുണ്ട്. കറങ്ങുന്ന ഭൂമിയിൽ നിർഗുണാവസ്ഥയുണ്ട്, സഗുണാവസ്ഥയുണ്ട്. ഒരു മാറ്ററിലെ ആറ്റത്തിൽ സഗുണാവസ്ഥയുണ്ട്, ആ മാറ്റർ നിർഗുണമായിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇങ്ങനെ സഗുണോപാസന ചൈതന്യവത്തായ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒന്നിനെ മനസ്സിൽ ധ്യാനിച്ച് മുമ്പോട്ട് പോവുക. മറ്റൊന്ന് ശാന്തമായിട്ട് സൈലൻ്റായിട്ടിരിക്കുന്ന ഒന്നിനെ നമ്മൾ ധ്യാനിച്ച് ആരാധിക്കുന്ന വഴിയിലൂടെ പോവുക. ഇത് ഞാനൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞതാണ്. സഗുണം എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇനാക്റ്റീവ്. ശിവന്റെ കാര്യത്തിൽ നിർഗുണമായിട്ടിരിക്കുന്നത് ശിവലിംഗവും സഗുണമായിട്ടിരിക്കുന്ന രുദ്രൻ രൗദ്രഭാവത്തിലെ താണ്ഡവമാടുന്ന അവസ്ഥയും. ഇങ്ങനെ ഉപരിപ്ലവമായിട്ട് ആദ്യം പഠിച്ച് പിന്നെ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സഗുണോപാസനയും നിർഗുണോപാസനയും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ കുറേ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇപ്പം ഞാൻ നൽകിയ വിവരണത്തേക്കാൾ അഗാധ തലത്തിലേക്ക് പോയാലേ വസ്തുതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ
എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.